അമ്മോ എന്തോ നമുക്ക് അയിലമീനാണേ. ഇതുകൊണ്ട് നമുക്കൊരു പൊളി സാധനം ഉണ്ടാക്കാം. എന്തുണ്ടാക്കാനാ മോളെ? വറക്കാനാന്നോ? അല്ലമ്മേ, പിന്നെങ്ങനെ? ഇതുകൊണ്ട് നമുക്കൊരു റോസ്റ്റ് ഉണ്ടാക്കാം. അടിപൊളിയാന്നല്ലോ, ചെയ്തോ? ഞാൻ ചെയ്യട്ടെ. അയല വരിഞ്ഞതിന് ശേഷം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ തൂകി നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇതൊരു മസാല ഉണ്ടാക്കാനായിട്ട് ചട്ടി വെച്ചു, കടുക് പൊട്ടിച്ചു, വറ്റൽമുളക് ഇടുക. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, സവാള, തക്കാളി, പിന്നെ കുറച്ച് പുളിയും കൂടി ഇടണം കേട്ടോ, കുടംപുളി. ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട്. വേണ്ട, ഒരു സ്പൂൺ മുളക്, ഉലുവാപ്പൊടി, ശകല ഉലുവാപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി ഇട്, കുറച്ച് ഇച്ചിരി ഉപ്പ് പൊടി ഇട്. മതി മതി. ഇത്രയും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. കുക്കറിലാണ് ഈ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി അല്ലേ അമ്മ? അപ്പൊ വേണ്ട, ഒരു ഇല എടുത്തിട്ടുണ്ട്, അത് കുക്കറിൻ്റെ അകത്തോട്ട് വെക്കണം. വെച്ചിട്ട് നമുക്ക് ഇത് ഇടമ്മ ഇങ്ങോട്ട്. നമ്മുടെ മസാല ഇതിലോട്ട് ആദ്യം ഇടണം കേട്ടോ, ഒരു ലെയർ. കുറച്ച് ഇങ്ങോട്ട് ഇടമ്മേ, ലെയറായിട്ട് കൈ പൊള്ളല്ലേ. ഇല്ല. അതിന്റെ പുറത്തോട്ട് നമ്മൾ ഈ അയില പിറക്കി വെക്ക്. ഇതിനകത്തോട്ട് ഇട്ടു ശാല ഇല എടുത്ത് അതിൻ്റെ പുറത്ത് കരിവേപ്പില ഇട്ട്. ഇത് നമ്മള് ഇപ്പൊ ഇതങ്ങോട്ട് വെച്ചിട്ട് ഒരു ബിസിലേ വരുത്തുള്ളൂ. അതിനുള്ളിൽ ഇത് വെന്ത് മൊരിഞ്ഞിരിക്കും. ഇപ്പോളേ കുക്കറിൽ വെച്ച അയില റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ അയില റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പൊളി സാധനം. ഈ ഒരു സാധനം മതി ചോറുണ്ട്. ഇതുപോലെ എല്ലാരും വെച്ച് കഴിക്കണം. അതെ അതെ. അപ്പൊ ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കണം. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ, സീ യു.